എന്നിട്ട് തിന്നാൻ ലോഡ് കയറിയിട്. എനക്കൊണ്ട് സീറ്റ് മാറ്റാൻ പോവുകയാണ്. ചുമ്മാ സത്യമായിട്ട് മാറ്റാൻ പോവുകയാണ്. സത്യമായിട്ട് ചുമ്മാ അല്ലേ ഇതേ തമ്മിൽ ഞാൻ വൈകിട്ട് സ്ഥലം വരെ പോകണമെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ ഇത് വേണം ഞാൻ ഏത് വണ്ടി ഞാൻ ഇതിൽ ആർസിയിലാണ് പോകണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും. നേരത്തെ പറഞ്ഞിട്ടാലോ ഓക്കെ. അത്രേ വൈകിട്ട് കൊല്ലത്തോണം വരുന്നാ. എന്തിനാണെന്ന് ഈരടിക്കും പണക്കേ. ഓക്കെ വൈകിട്ട് കൊല്ലത്തോണ് വരുന്നുണ്ടാ. മറ്റേ എൻഡ്യൂറോ ആറിൻ്റെ ലോഞ്ചിങ്. ആസിഡാ പോണല്ലേ നിന്നോടെ കൊണ്ടുപോയായിരുന്നു. ഭയങ്കര ആക്ടിങ് ഞാന്. അങ്ങനെയുണ്ട്. നീ എന്നല്ല വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഉമ്മ വെച്ച് തീർന്നില്ലേ? വൈകിട്ട് കൊല്ലത്താണ് വരുന്നാ നീ? വൈകിട്ട് കൊല്ലത്താണ് വരുന്നാ? വൈകിട്ട് കൊല്ലത്തോ വരുന്ന ഗായത്രി? തോന്നക്കൽ പഞ്ചവാച ഇല്ല വൈകിട്ട് കൊല്ലത്താൻ വരുന്നാ? എന്താ ഇത്തിരി ഏത് ഇത് ഇരിക്കാൻ അക്കൂല. ഇത് ഇരിക്കാൻ വേണ്ടിട്ടല്ല വെച്ചേക്കുന്നത്, ഇത് സോളാർ റൈഡറിന് വേണ്ടി വെച്ചേക്കുന്നതാ ഈ സീറ്റ്. നിനക്ക് ഇരിക്കാൻ വേറെ വേണ്ടി. പക്ഷേ ഇന്ന് വൈകിട്ട് കൊല്ലത്തോണ ഈ ബൈക്കിലാണ്. സീറ്റ് മാറ്റില്ല, ഇതിങ്ങനെ തന്നെ പോകും ഞാൻ. മറ്റേത് പറയടി. എന്തിനാ മണക്കിനടുത്ത് ആക്ട് ചെയ്യാൻ പറഞ്ഞ വായും പോളത്തിരിക്കുന്നു. പോടത് അച്ചുക്കുട്ടാ പോട്ടാ അച്ഛൻ. ഓ എവിടെയെങ്കിലും പോയാൽ മതി. എനിക്ക് വേണ്ട, നീ വെച്ചോ. തന്നിട്ട് പറ്റിച്ചാ നീ എന്നാ. ഓക്കെ പോയിട്ട് കൊല്ലത്താൻ വരുന്നോ? എൻഡ്യൂറോ ആറിൻ്റെ ലോഞ്ചിങ് ഹാസിൽ. നിന്നെ ഇരുത്താൻ പറ്റൂലല്ലോ ഈ സീറ്റ് ആയോണ്ടേ. തീയൊന്നും ഇട്ട് അടയല്ലേ ആയത്രേ. പോയി അടുക്കളയിൽ പോയി എല്ലാം ചെയ്യ്. പടി വെച്ച് കൈയായിട്ട് വണ്ടി എടുത്ത് നിൽക്കണം. ഓക്കെ യെസ്. അപ്പം നമ്മുടെ RC390 എടുത്തുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഈ സീറ്റ് കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ സെറ്റ് ചെയ്ത വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓട്ടോലോഗിൻ്റെ സീറ്റ് അതിൻ്റെ കോപ്പിയാണ്. കോപ്പി സാധനം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റാണ് പെയിൻ്റ് അടിച്ച് നമുക്ക് ഇതിൻ്റെ അത് കയറ്റിയിട്ടുള്ളത്. ബേക്കിൽ ഗായത്രിയൊക്കെ ഇരുത്തിക്കൊണ്ട് പോയായിരുന്നു. ഒരുപാട് വലിയ വെയിറ്റ് ഇത് ഞാൻ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു മെറ്റീരിയലും കൂടെയാണ്. നല്ല പെയിനാണ് കേട്ടോ ഇതിൻ്റെ അത് ഇരിക്കാനായിട്ട്. അപ്പം ഈ ഒരു സീറ്റ് കയറ്റിയതിന് ശേഷം ഞാൻ ഈ RC അങ്ങനെ അധികം എടുത്തിട്ടില്ല. പക്ഷേ ഇത് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. ഈ ഒരു സീറ്റ് ഇരുന്ന് എനിക്ക് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്ത് നമ്മുടെ റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാതിരിക്കുന്നുണ്ട്. ഇതും കൊണ്ട് ഷോർട്ട് റൈഡ് മാത്രമേ പറ്റുന്നുള്ളൂ. അതായത് അപ്പുറത്ത് പോകാനും ഇപ്പുറത്ത് പോകാനും അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു പിന്നിന് എപ്പോഴെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ട് ഈ ഒരു വണ്ടി ഇപ്പോൾ എടുക്കാറേ ഇല്ല. ഡ്യൂക്ക് എക്സ്പ്രസും കൊണ്ടാണ് ഇപ്പോൾ പോകാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ കൊല്ലം KTM വെച്ച് നമ്മൾ എൻഡ്യൂറോ 6ൻ്റെ ഒരു ലോഞ്ച് ഉണ്ട് കേട്ടോ. അപ്പം അതിന് ഈ ഒരു വണ്ടി പോകുന്നൊരു ആഗ്രഹം. അപ്പം ഈ ഒരു സീറ്റ് ഇരിക്കുന്നുണ്ട്. ഗായത്രിയും വരുന്നു പറഞ്ഞപ്പോൾ അവർക്ക് കയറാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സീറ്റ് മാറ്റി നമ്മൾ ആ ഒരു പഴയ സ്റ്റോക്ക് സീറ്റിട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ ഒരു എൻഡ്യൂറോ 6 അതെനിക്ക്
അത് ഞാൻ പിന്നെ പറയാം. ഭയങ്കര ഒരു എന്താണ് ഡ്രീം കണക്കിപ്പം. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ആ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആരും എടുത്താൻ പറ്റുന്നില്ല. ഇന്ന് ഇത് കൊല്ലത്ത് പോകണം. പിന്നെ കുറച്ച് വൈബ്രേഷൻ ഉണ്ടോ എവിടെ നിന്നൊക്കെ. നീ ഓടിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇതാ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വേണ്ടിയിട്ട് പ്രോജക്റ്റിൽ നിന്ന് ചെയ്ത ആ ഒരു സീറ്റാണ്, RCക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ്. സംഭവം ഭയങ്കര കംഫർട്ടാണിത്. അത് എനിക്കല്ല, പിന്നെ നല്ല കംഫർട്ടാണ്. ഈ RCയുടെ സ്റ്റോക്ക് സീറ്റിനെ കാട്ടി ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. അതായത് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഒരു ആൻറ്റിസ്റ്റപ്പ് മെറ്റീരിയലാണ്. നമുക്ക് പ്രേ കുടിക്കുമ്പോഴത്തേന് ഫ്രണ്ടിലോട്ട് വരുന്നതാ ബാക്കിലോട്ട് പോകണം, അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സീറ്റാണ്. ഫ്രണ്ട് സീറ്റ് നല്ല കുഷനാണ്. പക്ഷേ ഇതിനേക്കാളും നമ്മളെ നേരത്തെ വച്ചിരുന്ന സീറ്റാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്തെ കുറച്ചുകൂടെ കംഫർട്ട് കേട്ടോ. എവിടെ പെണ്ണുങ്ങൾ വേറെ ഹെൽമെറ്റ് ഒന്നും ഇട്ടേ. മതി വാ. മാറ്റിയാ മാച്ചിങ്ങ ഹെൽമെറ്റ് ഉടുപ്പ് എല്ലാം മാച്ചിങ്ങ. പിങ്കേടാ രാത്രി ഇൻസ്റ്റാന്നെ മാറ്റാല്ലേ. എന്താണ് നോക്കാം പിങ്കി പിങ്കയിൽ നോക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗായ്സ്? 5:26 6 മണിക്കാണ് നമ്മളെ പരിപാടി അവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടം വരെ കുറച്ച് പറപ്പിച്ച് പോയാലേ സമയത്ത് എത്തത്തുള്ളൂ. അപ്പം നമ്മുടെ Enduro 6ൻ്റെ ആ ഒരു ലോഞ്ചിങ്ങിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടിയത് കൊണ്ടാണ് പോകുന്നത്. പക്ഷേ വേറെ ഏതൊരു വണ്ടി ലോഞ്ച് ചെയ്തതിനെക്കാട്ടി ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു ബൈക്ക് എടുക്കണം. ഈ വണ്ടി ലോഞ്ച് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഒരുപാട് ആഗ്രഹപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഒരു ബൈക്ക് സ്വന്തമാക്കണം എന്നുള്ളത്. ഞാൻ ഈ ഓഫ് റോഡ്സും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു KTMന്ന് ഇങ്ങനെ ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സത്യമാണ് അവരാ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ചു പോയി. പക്ഷേ ഇവരെ പ്രൈസ് എന്ന് വെച്ചാൽ കുറച്ച് ഓവർ പ്രൈസറാണ്. ആ ഒരു പ്രൈസിനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ADV 390 അകത്തുള്ള എല്ലാ ഫീച്ചറും ഈ ഒരു Enduro 6-നകത്തും ഉണ്ട്. പക്ഷെ വണ്ടി കാണാനായിട്ടൊരു കുഞ്ഞാണ്. അപ്പം നമുക്കതൊരു ഓവർ പ്രൈസറായിട്ട് തോന്നത്തുള്ളൂ. പിന്നെ എന്താ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം കേട്ടോ. ബാക്കി എന്തൊക്കെയാണ് ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, സമയമില്ല, പറപ്പിക്കാം. കൈക്കോടെ കിട്ടും ബ്രോ. അപ്പുറത്തോ യെസ് 6 8. ഓ എന്തിനു പോയിന്ന് ഹെൽമെറ്റിനകത്തുനിന്നാ വേട്ടാളിയിലൊക്കെ ഇറങ്ങിപ്പോയി. നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തി. ഫ്ലൈ മിഷൻ കൊല്ലത്തെ ഫസ്റ്റ് വണ്ടി. അതാ ഭയങ്കര ഡ്രീം ഈ വണ്ടി കാണുമ്പോഴേ. ലെവലാണോ ആയിരിക്കും അല്ലേ? ഞാൻ ഫോട്ടോ കണ്ടതേ ഫസ്റ്റ് ടൈം അതാ വണ്ടി നേരിട്ട് കാണാൻ വേണ്ടി പോണത്. മറ്റേ ഞാൻ ADV ഓടിച്ചായിരുന്നു. അതിന് സെയിം എഞ്ചിനാണ് വരുന്നത്. ട്യൂണിങ്ങിനൊക്കെ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. സംഭവം ഓഫ് റോഡ് കിട്ടിയാലും എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഇത് ബൈക്ക് പിന്നീട് വേറെ വരുന്ന മോഡൽസിലോട്ട് റെഡി. അപ്പം ഓൺ കൗണ്ട്. ഓക്കെ, നമുക്കൊരു കൗണ്ട് വയ്ക്കാം. 5 to 0 0 നമുക്ക് റിവീൽ ചെയ്യാം. ഓക്കെ, എല്ലാവരും കൂടെ ഒന്നിച്ച്. ഓക്കെ, 5 4 3 2 1 and go. ഇതിനാണ് വന്നത് തന്നെ അല്ലേ? അതിലേക്ക് വിളിച്ചോണ്ടെന്ന് ഇതിനാണ് ലാഭത്തിന്. കണ്ണുണ്ട്, നല്ല കണ്ണുണ്ട്. വണ്ടി ലോഞ്ച് ചെയ്തതിന്റെ അന്ന് തൊട്ടേ ഞാൻ നോക്കി കിടക്കാം. ഞാൻ ഇവിടെ സോപ്പിട്ടോണ്ടിരിക്കുകയാണ് സമ്മതിക്കാനായിട്ട്. അതാ അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് വേണം നോക്കാൻ. എക്സ്പ്രസ് ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ചാടാനുള്ള പരിപാടിയാ. അന്നൊന്ന് നോക്കണം. വണ്ടി എടുക്കട്ടാ ഞാൻ. എന്ത് എക്സ്പ്രസ് കൊടുക്കാം നമുക്ക്? കൊടുത്തിട്ട് എടുക്കാടി. നല്ല സൂപ്പർ, നല്ല ഉഷരൻ നെഞ്ചും മിരിച്ചിരിക്കുന്ന വണ്ടിയല്ലേ? എന്താ
ഓക്കെ. അപ്പോൾ ഗായത്രി എനിക്ക് ഒന്നുമില്ല പോവാം. എന്തോ ബാലക്കളവേ വീതി ഉള്ളതുണ്ട്, ഞാൻ തയ്പ്പിച്ചു തരാം നിനക്കൊന്ന് മാറ്റി. എവിടെ പോവാ നമുക്ക്? ഇതാണ് അതിന്റെ ട്രിപ്പ്. ഞാൻ വെച്ച് വേറെ എവിടെ പോവാന്ന്. തൈര് വേണം പോലും. ഓഹോ അതിനായിരുന്നല്ലേ യോഗട്ട് വാങ്ങാൻ മാളി കയറാന്ന്. ചെന്തരി ഇപ്പം നമ്മളെ എൻഡ്യൂറോ 6-ന്റെ ആ ഒരു ലോഞ്ചിങ് പരിപാടി അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 4,40,000 30,000 എത്രയാണ്? 4,30,000 രൂപയാണ് കേട്ടോ. ഷോ അത്രയും പൈസയാണ് എന്നെ മടുപ്പിക്കാൻ തന്നെ മെയിൻ കാരണം. പക്ഷേ എന്നാലും ആഗ്രഹം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ എൻ്റെ എക്സ്പൾസ് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് 2 മനസ്സുണ്ട് കേട്ടോ. 2-3 പ്രശ്നങ്ങളുണ്ട്. ഇത് എടുത്താനുള്ള പ്രശ്നങ്ങളും ഒക്കെ എന്തൊക്കെയോ കറങ്ങാൻ നടക്കാം. എന്ന് വെച്ചാൽ ഈ 4,30,000 രൂപ എടുത്ത് ഈ ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഓഫ് റോഡിങ് എന്നൊക്കെ പറയുമ്പോൾ മലയുടെ മുകളിൽ നിന്നൊക്കെ ചാടുന്നതും മറിക്കുന്നതൊക്കെ ആണ്. പക്ഷേ നമ്മൾ എക്സ്പൾസ് കൊണ്ടിട്ട് മറിച്ചിട്ടാണ് നമുക്ക് അത്രയ്ക്കുള്ള എക്സ്പെൻസൊക്കെ വരത്തുള്ളൂ. ഏത് കടയിൽ പോയാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചിടാനും പറ്റും. പക്ഷേ KTMൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ സാധനത്തിനും തീ പിടിച്ച വിലയാണ്. നമുക്ക് സർവീസ് കോസ്റ്റ് ഒരു കാരണവശാലും നമ്മളെ കൈ നിൽക്കത്തില്ല. നമ്മളെ പർപ്പസ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ബൈക്ക് എടുക്കാൻ കേട്ടോ. നമ്മൾ ഓഫ് റോഡിങ്ങിനായിട്ട് മാത്രം ഈ ഒരു ബൈക്ക് എടുത്താൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഇപ്പോൾ എക്സ്പൾസ് യൂസ് ചെയ്ത് നമുക്കൊരു പ്രോ ലെവലൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്ക് എടുത്താൽ നമുക്ക് ഇത് ഇട്ട് അമ്മാനാടാൻ പറ്റും. അതായത് നമ്മൾ എക്സ്പൾസിൻ്റെ ഉള്ള മെയിൻ പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സ്പൾസിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു പവർ കുറവ്. ഇപ്പോൾ 2 ടണ്ണൊക്കെ ഇറങ്ങി എന്നാലും 390യുടെ കൂടെ പിടിക്കാനൊന്നും എന്തായാലും വരത്തില്ല. അതായത് അത്രയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൈക്ക് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, ഓടിക്കുമ്പോൾ എന്താണെന്നുള്ളത് അത് വേറെ. മനസ്സിലെപ്പോഴും ആ ഒരു ബൈക്ക് എടുക്കാനുള്ളൊരു തോര ഇപ്പോഴും ഇങ്ങനെ കിടക്കുകയാണ്. ഞാനിപ്പോൾ ഈ ബൈക്ക് എടുത്താലും ഞാൻ ഇതിനെ പൊന്നെപ്പോലെ നോക്കത്തൊന്നുമില്ല. ഇത് എനിക്ക് മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഓഫ് റോഡ് പോകണം. ഓഫ് റോഡ് കുറച്ച് അക്രമം കാണിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു കയറ്റം കയറാൻ എക്സ്പൾസ് കുറച്ച് ലാഗാണെങ്കിൽ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്താൽ നമുക്ക് പിറ്റടിച്ച് പോകാനായിട്ട് പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞ മെയിൻ പ്രശ്നം ഇതിൻ്റെ കോസ്റ്റ്, സർവീസ് കോസ്റ്റാണ്. ഇത്രയും ലക്ഷം രൂപ മുടക്കി വാങ്ങിക്കാൻ നേരത്ത് നമുക്കൊരു 3 എക്സ്പൾസ് വാങ്ങിക്കാം. സെക്കൻഡ് ഹാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ 3 അല്ല 4 വാങ്ങിക്കാം. ഓക്കെ, അപ്പം അതൊക്കെ അത്രയും കാര്യം. ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ടാവുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. കൊല്ലത്ത് വെച്ച് തന്നെയാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട ബൈക്കാണ് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തരാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ബൈക്ക് ഓടിക്കണം. ഈ ഒരു വണ്ടി ആക്ച്വലി ഇതിൻ്റെ ലോഞ്ചിങ് ഇവിടെ വെച്ചല്ല, പൂനെയിൽ വെച്ചൊക്കെയാണ് ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണ കഴിഞ്ഞ Gen 3 Duke 390 ലോഞ്ചിന് എന്നെ വിളിച്ചായിരുന്നു. അവിടെ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അവിടെ പോയി ലോഞ്ച് ചെയ്ത് അവിടുത്തെ ട്രാക്കിലൊക്കെ ഇറങ്ങി ഓടിച്ച് ഒരു അടിപൊളി ഡേയ്സ് ആയിരുന്നു. നമ്മളാണ് ഫസ്റ്റിൽ അവിടെയൊക്കെ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഈ ഒരു ബൈക്കാണെന്ന് എനിക്ക് ആഗ്രഹം. പണ്ടാലും ഈ ഒരു ലോഞ്ചിന് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയില്ല, എന്തോ നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതുകൊണ്ട് പോകാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയപ്പം ഇത്രയും ആഗ്രഹം ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആവുന്നവരെ കാത്തിരുന്നാലേ നമുക്കിനി പറ്റത്തുള്ളൂ. കുഴപ്പമില്ല, ഇതുവഴി പോവാം. ഇതിൻ്റെ ലോഞ്ച് സമയത്ത് റോഡിലായിരുന്നു, അവിടെ ഫുള്ള് ഓഫ് റോഡും മലകളിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തത് കേട്ടോ. നമുക്കിതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ഷോറൂമിൽ എടുക്കുമ്പോൾ സെയിൽസ്മാൻ ഇതിൻ്റെ ബേക്ക് വന്നിരിക്കും. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയി ഓടിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലൊക്കെ എടുക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താലേ നമുക്ക്, ഞാൻ നമ്മളെ കൊണ്ട് തള്ളിയിടത്തൊന്നുമില്ല, നമുക്ക് ഒരുമിച്ചൊരു റൈഡൊക്കെ പോയാൽ കുറച്ചും കൂടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. ആരെങ്കിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് വീഡിയോ കളറാക്കാം. ഓക്കെ ഗായ്സ്, അപ്പം നേരെ നമുക്കിനി തൈര് വാങ്ങാൻ പോവാം. പരിപാടി എല്ലാം കഴിഞ്ഞതാ വീടെത്തി. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ പപ്സാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയാണോ എന്താ പൊട്ടിച്ച് നോക്കാം നമുക്ക്. ഞാൻ പൊട്ടിച്ച് കഴിയാത്ത ജിലേബിയും ഇഷ്ടമല്ല. നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫൺ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടേക്ക്. ഇഷ്ടമാവും. കാര്യത്തിലുള്ള ആക്ടിങ് ഒക്കെ എങ്ങനെ ഉണ്ടായി തുടക്കത്തില്ല? ഇല്ല. ഓക്കെ, നാളെ കാണാം.